തിരുവനന്തപുരത്തെ എമിഗ്രേഷൻ ജീവനക്കാരിയുടെ മരണത്തിൽ സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷ് കീഴടങ്ങി. എറണാകുളം DCP ഓഫീസിലാണ് പ്രതി കീഴടങ്ങിയത്. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരും. സിജോ, കഴിഞ്ഞ 2 മാസമായി സുകാന്ത് സുരേഷ് ഒളിവിലാണ്. ഇന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ തീരുമാനമുണ്ടായത്. സുകാന്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മാത്രമല്ല, കൃത്യമായി ആത്മഹത്യാ പ്രേരണ തെളിയിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ സുകാന്തിനെതിരെ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുകാന്ത് കീഴടങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ സിജോ? ഇന്ന് രാവിലെയാണ് ഹൈക്കോടതി സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത്. ഇതിന് പിന്നാലെയാണ് സുകാന്ത് എറണാകുളം DCP ഓഫീസിലെത്തി കീഴടങ്ങുന്നത്. കീഴടങ്ങാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ കീഴടങ്ങാൻ വേണ്ടിയിട്ട് സുകാന്ത് തയ്യാറായത്. ശക്തമായ തെളിവുകൾ തന്നെയാണ് സുകാന്തിനെതിരെ ഉണ്ടായിരുന്നത്. കാരണം ഈ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഈ ജാമ്യം നിഷേധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഹൈക്കോടതി പോകുന്ന ഒരു സാഹചര്യവും വരികയും ചെയ്തിരുന്നത്. ഈ എന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ IB ഉദ്യോഗസ്ഥരോട് സഹപ്രവർത്തകൻ കൂടിയായ സുകാന്ത് ചോദിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് വേണം എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ചൂഷണത്തിന് ഈ ഉദ്യോഗസ്ഥ ഇരയായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്രയധികം തിരിച്ചടികൾ വന്ന സാഹചര്യത്തിലാണ് സിജോ, കഴിഞ്ഞ 2 മാസമായി പ്രതിയെ കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പോലീസ്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടെ തന്നെ പ്രതി തന്നെ വന്ന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക? എറണാകുളം DCP ഓഫീസിലാണ് പ്രതി ഹാജരായിരിക്കുന്നത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുമെന്നൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 2 മാസത്തോളം ആവുന്നു, എന്തുകൊണ്ടാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാത്തത് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. നമുക്ക് മനസ്സിലാകുന്ന കാര്യമനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയാണ്. എന്തായാലും കൊച്ചി പോലീസ് ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ പറയേണ്ടത്, വളരെ നിർണായകമായ തെളിവുകൾ, പ്രതിക്ക് ഒരു ആത്മഹത്യാ പ്രേരണ നടത്തി എന്ന് തെളിയിക്കുന്നതിനുള്ള വളരെ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ടെലഗ്രാം ചാറ്റുകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിൽ കൃത്യമായി തന്നെ ഈ ഉദ്യോഗസ്ഥയെ, ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ജീവനക്കാരിയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള ഇടപെടലുകൾ നടത്തി സുകാന്ത് എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സുകാന്തിന് കുരുക്ക് മുറുകുകയാണ്. തീർച്ചയായും ഈ ശക്തമായ തെളിവുകൾ തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന വാട്സപ്പ് ചാറ്റുകൾ തന്നെയാണ്. ഈ പ്രതിക്ക് സുകാന്തിന് ഒരേ സമയം 1-ലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത്തരം വാട്സപ്പ് ചാറ്റുകൾ. മാത്രമല്ല, ഈ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിലേക്ക് വഴിതെളിച്ചത് ഇയാളുടെ മാനസികവും ശാരീരികവുമായ പീഡനം തന്നെയാണെന്നുള്ള വ്യക്തമാകുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു ഈ വാട്സപ്പ് ചാറ്റ്. ഇതിൽ വ്യക്തമാക്കിയിരുന്ന കാര്യം, ഈ ഉദ്യോഗസ്ഥയോട് ഇയാൾ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, നീ എന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. കൃത്യമായി ഡേറ്റ് വരെ ചോദിക്കുകയാണ് എന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ശാരീരികവും മാനസികവുമായ പീഡനത്തിലേക്ക് ഉദ്യോഗസ്ഥ പോയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവർ ആത്മഹത്യ ചെയ്തിട്ട് വേണം തനിക്ക് മറ്റ് സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാട്സപ്പ് സന്ദേശങ്ങൾ പറയുകയും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാവും അത്രയും നാളും അടുപ്പത്തിലായിരുന്ന ഒരു സ്ത്രീയോട് അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോൾ എത്രത്തോളം മാനസികപരമായ പീഡനം അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതാണ് അത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് പോയെന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കോടതിയിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാത്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച സാഹചര്യത്തിലാണ് ഈ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ റിക്കവർ ചെയ്തുകൊണ്ടുള്ള ശക്തമായ തെളിവുകളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക, കീഴടങ്ങുക എന്ന ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി നിമിഷങ്ങൾക്കകം തന്നെ ഈ കേസിലെ പ്രതി സുകാന്ത് DCP ഓഫീസിൽ